പഹൽഗാമിൽ ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അതിർത്തിയിൽ സംഘർഷം ഏതാണ്ട് കൂടുതൽ രൂക്ഷമാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇപ്പോൾ അവിടെ ആക്രമണം നടത്തിയ 4 ഭീകരരെ സൈന്യം പിന്തുടരുന്നുണ്ട്. 4 ഭാഗങ്ങളിലായിട്ട് സൈന്യവും ഈ പറയുന്ന ഭീകരനും തമ്മിൽ വെടിവെപ്പും ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും അവർ പിടിയിലാകും. കശ്മീരികളായ തദ്ദേശീയവാസികൾ ഈ ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇന്ത്യൻ സേനയ്ക്ക് കൈമാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിവരെ വളരെ വേഗം പിടികൂടാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ പിടികൂടിക്കഴിഞ്ഞാലായിരിക്കും ഒരുപക്ഷെ തുടർ നടപടികൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ് കരുതുന്നത്. എന്തായാലും വാഗ അട്ടാരി അതിർത്തിപ്പാത അടച്ചതോടുകൂടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ ഉഭയകക്ഷി ബന്ധങ്ങളെല്ലാം തന്നെ നിലച്ചു. മാത്രമല്ല പാകിസ്ഥാൻ വലിയ തോതിൽ ഇറക്കുമതി ചെയ്യുന്ന പഴം, പഞ്ചസാര, ജൈവ വസ്തുക്കൾ, മെഡിസിന് ഇവയുടെ എല്ലാം ഇറക്കുമതി നിലച്ചു. ഇതുകൊണ്ട് സംഭവിക്കുന്നത് പാകിസ്ഥാനിൽ വിലക്കയറ്റം രൂക്ഷമാകും. അതുപോലെ തന്നെ ഭക്ഷ്യക്ഷാമം അനുഭവപ്പെടും. ഇതിനെയൊക്കെ എങ്ങനെ അതിജീവിക്കണം എന്ന കാര്യത്തിനെക്കുറിച്ചാണ് പാകിസ്ഥാൻ ഇപ്പോൾ ചിന്തിക്കുന്നത്. മാത്രമല്ല മരുന്നുകളുടെ കാര്യത്തിലും വലിയ ക്ഷാമം നേരിടും. ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ ഏറ്റവും അധികം വാങ്ങുന്നത് ഇന്ത്യയിൽ നിന്നാണ്. താരതമ്യേന വിലക്കുറവാണ്, ഗുണമേന്മ കൂടിയതുമാണ്. എന്നാൽ യൂറോപ്പിൽ നിന്നോ ചൈനയിൽ നിന്നോ ഒക്കെ ഈ മരുന്നുകൾ ഇറക്കുമതി ചെയ്താൽ കൂടുതൽ പണം പാകിസ്ഥാന് ചെലവഴിക്കേണ്ടി വരും. മാത്രമല്ല ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് വിശ്വാസ്യതയുമില്ല. അപ്പോൾ പാകിസ്ഥാൻ വലിയ ആഭ്യന്തര പ്രശ്നത്തിലേക്ക്, സാമ്പത്തിക പ്രതിസന്ധിയിലേക്കൊക്കെ നീങ്ങുകയാണ്. ഇത് നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. ഇതിനിടയ്ക്കും പാകിസ്ഥാൻ വന്ന് നമ്മളെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങളുടെ വ്യോമയാന പാത ഞങ്ങൾ അടച്ചിട്ടുണ്ട്, നിങ്ങളുടെ വ്യോമയാന കമ്പനി തകരും, ഞങ്ങൾ 130ഓളം ആണവ പോർമുനകൾ നിങ്ങൾക്ക് മേൽ തുറന്നു വെച്ചിരിക്കുകയാണ്, ഏത് നിമിഷവും അറ്റാക്ക് ചെയ്യും. ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ഇതിനിടയിലുണ്ടായ ഒരു സംഭവം, പാക് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദാർ ചൈനീസ് വിദേശകാര്യമന്ത്രിയായ വാങ്മിയുമായി കൂടിക്കാഴ്ച നടത്തി. അതായത് ടെലിഫോൺ സംഭാഷണമാണ്. ഒരു ചർച്ച നടത്തുകയും പാകിസ്ഥാൻ തങ്ങളുടെ നിലപാടുകളൊക്കെ ചൈനയെ അറിയിച്ചുവെന്നും പറയുന്നു. അപ്പം ഈ പഹൽഗാം സംഭവത്തിൽ നിഷ്പക്ഷമായ ഒരു അന്വേഷണം വേണമെന്ന് ചൈന അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല എല്ലാവിധ സംരക്ഷണവും പിന്തുണയും നൽകുമെന്ന് അവർ അറിയിച്ചതായും പാകിസ്ഥാൻ വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു സംശയം, ചൈന പതുക്കെ പാകിസ്ഥാൻ പക്ഷത്തേക്ക് നീങ്ങുന്നുണ്ടോ എന്നാണ്. എന്തായാലും ഇത്തരത്തിൽ ഇവർ തമ്മിലുള്ള ഒരു ടെലിഫോൺ സംഭാഷണം നടത്തിയെന്ന് ചൈനയും ഏതാണ്ട് അംഗീകരിക്കുന്നുണ്ട്. ഇതിനുശേഷം ബദർ അബ്ദലാട്ടി എന്ന് പറയുന്ന ഈജിപ്തിലെ വിദേശകാര്യമന്ത്രിയുമായിട്ടും പാക് ഉപപ്രധാനമന്ത്രി സംസാരിച്ചു. അപ്പോൾ തങ്ങൾ നിരപരാധികളാണെന്നും ഇന്ത്യ തങ്ങൾക്ക് മേൽ കുറ്റം ചുമത്തുകയാണെന്നും ഒക്കെ വിദേശ രാജ്യങ്ങളെ അറിയിക്കാനുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തുന്നത്. മാത്രമല്ല ന്യൂഡൽഹിയും ഇസ്ലാമാബാദും ഒരുപോലെ സംയമനം പാലിക്കണമെന്നും ചൈന ആവശ്യപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ചൈന പറയുന്നതെല്ലാം നമ്മൾ അതുപോലെ കേൾക്കണമെന്നൊന്നുമില്ല. എങ്കിലും ഇത്തരത്തിലുള്ള ചില സമ്മർദ്ദ നീക്കങ്ങൾ പാകിസ്ഥാൻ നടത്തുന്നു എന്നുള്ളത് ഗൗരവമാണ്. ഇപ്പോൾ ഇന്ത്യയുടെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് അനിൽ ചൗഹാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷം ആ കാര്യങ്ങളെല്ലാം തന്നെ ഈ പ്രതിരോധ മന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച ചെയ്യുകയും പല നിർദ്ദേശങ്ങൾ മുന്നോട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നരേന്ദ്രമോദി ഈ ആക്രമണം കഴിഞ്ഞിട്ട് 2 തവണ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു. കഴിഞ്ഞ ദിവസവും അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ ആക്രമണം നടത്തിയവർക്ക് തക്കതായ ശിക്ഷ കിട്ടും. ഈ പഹൽഗാമിലേക്ക് ആക്രമണം നടത്തിയവർ, ഗൂഢാലോചന നടത്തിയവർ, ഇവരെ എല്ലാം തന്നെ ശക്തമായ ഒരു താക്കീത് നൽകിയിട്ടുണ്ട്. നിങ്ങളെ ഒന്നും വെറുതെ വിടില്ല. എൻ്റെയും ഈ ഇന്ത്യൻ രാജ്യത്തെ ജനങ്ങളുടെയും ഒക്കെ ഹൃദയം കീറി മുറിച്ച സംഭവമാണ്. അതുകൊണ്ട് കനത്ത തിരിച്ചടിയാവും. നിങ്ങൾക്കൊരിക്കലും അത് മറക്കാൻ കഴിയില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നുണ്ട്. ഒപ്പം കാശ്മീരിനെ പഴയ പോലെ അല്ലെങ്കിൽ ഒരു സമാധാനമുള്ള സ്ഥിതിയിലേക്ക് വരുത്താതിരിക്കാൻ ചില ആളുകൾ ശ്രമം നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നതെന്നും പ്രധാനമന്ത്രി പറയുന്നുണ്ട്. അപ്പം ഇന്ത്യയിൽ, പാകിസ്ഥാനിലും ഒക്കെ തന്നെ സൈനിക മേധാവികൾ, ഭരണകൂടത്തിൻ്റെ ആൾക്കാരൊക്കെ തന്നെ വലിയ ചർച്ചകളാണ് നടത്തുന്നത്. അപ്പോൾ ഇന്ത്യ 5 ഷിപ്പുകളെയൊക്കെ നിരത്തി വെച്ചുകൊണ്ട് ഞങ്ങളുടെ നാവിക മേഖല സുസജ്ജമാണെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ നേവി, എയർഫോഴ്സ് ഒക്കെ തന്നെ ഏത് നിമിഷവും ആക്രമണം നടത്താം. സുഖോയ് വിമാനങ്ങൾ, അതുപോലെ തന്നെ റാഫേൽ വിമാനങ്ങൾ, ഇതെല്ലാം തന്നെ യുദ്ധസജ്ജമാണെന്ന് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തായാലും ലോക നേതാക്കളുമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ ചർച്ച നടത്തുന്നുണ്ട്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പല അംബാസഡർമാരെയും വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് വിളിച്ച് കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കുന്നു. എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഞങ്ങൾ പാകിസ്ഥാനെ സംശയിക്കുന്നത്? എന്താണ് പാകിസ്ഥാൻ ഭീകരരെ വളർത്തുന്നതിൻ്റെ ഉദാഹരണം? കാരണം അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്ററുടെ പ്രസ്താവന അടക്കം നമ്മളിത് കാണിച്ചു കൊടുക്കുന്നു. അപ്പം നല്ല നയതന്ത്ര ബന്ധം തുടരുന്ന ഇന്ത്യ ഏതൊരു ആക്രമണം നടത്തുന്നതിന് മുമ്പും മറ്റ് രാജ്യങ്ങളെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തും.
ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഞങ്ങൾ ആക്രമിക്കുന്നു, ഇന്നതാണ് ഇവർ ചെയ്ത കുറ്റം എന്ന് പറയുന്നു. അപ്പോൾ ചൈനയുടെ ഇടപെടലുകൾ ഇവിടെ സംശയം ജനിപ്പിക്കുന്നുണ്ട്. ചൈനയിൽ നിന്ന് ഒരു ഷിപ്പിൽ നിറയെ ആയുധങ്ങൾ പാകിസ്ഥാനിലേക്ക് എത്തിച്ചു എന്നതിൻ്റെ സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ അമേരിക്കയുടെ പിന്തുണ പൂർണ്ണമായിട്ടും ഇന്ത്യക്കൊപ്പമാണ്. ട്രംപിൻ്റെ നിലപാട് ഇന്ത്യക്കൊപ്പമാണ്. ഈ റിപ്പബ്ലിക്കൻ പാർട്ടി അവിടെ അധികാരത്തിൽ വന്നാൽ എന്ത് നിലപാടെടുത്താലും ഇന്ത്യയുടെ കൂടെ നിൽക്കും. മാത്രമല്ല ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള കരാർ അനുസരിച്ച് ഇന്ത്യ ഒരു യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്താൽ അമേരിക്കൻ സഹായവും, അമേരിക്കയാണ് യുദ്ധത്തിൽ ഏർപ്പെടുന്നെങ്കിൽ ഇന്ത്യൻ സഹായവും സൈനിക മേഖലയിൽ നൽകുമെന്ന് കരാറൊക്കെയുള്ള. കൂടാതെ റഷ്യ നമ്മുടെ കൂടെയുണ്ട്. ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, UK എന്നിവയായിട്ടൊക്കെ നമ്മൾ ചർച്ച നടത്തി കഴിഞ്ഞു. ഇത് കൂടാതെയാണ് ഇപ്പോൾ ഈ ഭീകരതയ്ക്കെതിരായ ഒരു നിലപാട് എന്ന് പറഞ്ഞിട്ട് ജപ്പാനും ഓസ്ട്രേലിയയും ഒക്കെ നമുക്ക് പൂർണ്ണ പിന്തുണയുമായി വരുന്നു. അപ്പം ഈ നാവിക മേഖലയിൽ ഈ ഓസ്ട്രേലിയയുടെയും ജപ്പാന്റെയും ഒക്കെ പിന്തുണ ഇന്ത്യക്ക് വളരെ ഗുണകരമായിരിക്കും. അതിർത്തി ഗ്രാമങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ നമ്മൾ ബങ്കറുകളുടെ നിർമ്മാണം ആരംഭിച്ചു. എന്തിനാണ് ഈ ബങ്കർ നിർമ്മിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് ഒളിപ്പോര് നടത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സജ്ജമാക്കുന്നു, തയ്യാറാക്കുന്നു എന്നർത്ഥം. മാത്രമല്ല നമ്മളുടെ യുദ്ധവിമാനങ്ങളിൽ നിന്ന് മിസൈലുകളുടെ പരീക്ഷണവും നടത്തുന്നു. എന്നിട്ട് അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ പോസ്റ്റ് ചെയ്യുന്നു. അതായത് ഞങ്ങളുടെ കയ്യിൽ ഇത്രയും ശക്തിയുണ്ട്, ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള, അഗ്നി ഉൾപ്പെടെയുള്ള മിസൈലുകൾ കൊണ്ട് ഞങ്ങളുടെ രാജ്യത്തിരുന്നു കൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ നേരെ ആക്രമണം നടത്താം. അത് അവരുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തുമോ അതോ ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്ന അല്ലെ അവർ പരിശീലനം നടത്തുന്ന കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തുമോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ അവർക്ക് ആശങ്കയുള്ളത്. എന്തായാലും നമുക്ക് നേരെ പാകിസ്ഥാൻ ഭീഷണി ഉയർത്തുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ തിരിച്ചടികൾ നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഉറിയിലെ ഡാം തുറന്നുവിട്ട് ജലം നദിയിൽ വലിയ വെള്ളപ്പൊക്കമുണ്ടായി. ഇത് പാകിസ്ഥാനിലെ കാർഷിക മേഖലയിൽ അതുപോലെ തന്നെ POKയിലെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. അതുപോലെ തന്നെ നമ്മൾ ഈ വാഗ അട്ടാരി അതിർത്തി അടച്ചതോടുകൂടി അവിടേക്കുള്ള മരുന്നിൻ്റെ, അവശ്യ വസ്തുക്കളുടെയൊക്കെ സപ്ലൈ നിലച്ചു. അപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ ഏതാണ്ട് പൂർണ്ണമായും ബാധിക്കുന്ന തരത്തിലുള്ള ഒരു നീക്കങ്ങളാണ് ഇപ്പോൾ ഇരുപക്ഷത്തു നിന്നും നടത്തുന്നത്. എന്തായാലും പാകിസ്ഥാൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യ ഒരു കാരണവശാലും സൈനികപരമായ ഒരു ആക്രമണവുമായിട്ട് മുന്നോട്ടേക്ക് വരരുത്, അതിനെ എങ്ങനെ വേണമെങ്കിലും പ്രതിരോധിക്കാം. മുമ്പ് നമുക്കറിയാം നമ്മുടെ 40 CRPF ജവാന്മാരെ കൊന്നതിന് പ്രതികാരമായി 12ാം ദിവസം തന്നെ നമ്മൾ തിരിച്ചടിച്ചു. എന്ന് പറഞ്ഞാൽ നമുക്ക് പഹൽഗാമിൽ ഒരു ആക്രമണം ഉണ്ടായാൽ തൊട്ടടുത്ത ദിവസം തിരിച്ചടി നൽകണമെന്നില്ല, പക്ഷേ ഏറെ വൈകാതെ അത് നൽകും. 12 മിനിറ്റ് കൊണ്ടാണ് അന്ന് പാകിസ്ഥാനിലേക്ക് കടന്നു നമ്മുടെ വ്യോമസേന ആക്രമണം നടത്തിയത്, 300-ലധികം ഭീകരവാദികളെ കൊന്നൊടുക്കിയത്. അത്തരത്തിലുള്ള ഒരു അറ്റാക്കിന് ഇന്ത്യ മുതിർന്നാൽ പ്രതിരോധിക്കാൻ പാകിസ്ഥാനാവില്ല. കാരണം സൈനിക ശക്തിയിൽ നോക്കിയാൽ തന്നെ ലോകത്ത് 4ാമത്തെ വലിയ ശക്തിയാണ് ഇന്ത്യ. പാകിസ്ഥാൻ ഏതാണ്ട് 12ാമത്തെ അവസ്ഥയിൽ അല്ലെ 12ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ്. ആണവായുധങ്ങളും മറ്റും ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കാൻ പാകിസ്ഥാൻ ആലോചിക്കുന്ന സമയത്ത് മുതൽ തന്നെ ഇന്ത്യയുടെ സൗഹൃദ രാജ്യങ്ങളായ ഇസ്രയേലിൽ നിന്ന് അതിൻ്റെ അലാമൊക്കെ നമുക്ക് ലഭിക്കും. മാത്രമല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പാകിസ്ഥാനിലെ വൈദ്യുതി വിച്ഛേദിക്കാൻ, അവരുടെ സാറ്റലൈറ്റ് ഫോണുകളുടെ കണക്ഷൻ കളയാൻ, അവരുടെ ആക്രമണ പദ്ധതികളെ നശിപ്പിക്കാൻ ഇതൊക്കെ നമുക്ക് കഴിയും. മാത്രമല്ല ചൈനയുടെ നാവിഗേഷൻ സിസ്റ്റത്തിൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ അവർക്ക് കഴിയുകയുള്ളൂ. എന്നിട്ടും പാകിസ്ഥാനിലെ മന്ത്രിമാർ ഞങ്ങളിപ്പോൾ നിങ്ങളെ ആക്രമിക്കും, ആണവായുധം ഉപയോഗിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നമ്മൾ അതിനൊന്നും വഴങ്ങുന്നില്ല തൽക്കാലം. എന്തായാലും പുൽവാമ അറ്റാക്കിന് ശേഷം വളരെ വലിയ ഒരു ആക്രമണമാണ് ഇപ്പോൾ പഹൽഗാമിൽ ഉണ്ടായിരിക്കുന്നത്. ഇത് നമുക്ക് ക്ഷമിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച 14 പേരുടെ ലിസ്റ്റ് ഇന്ത്യൻ സൈന്യം പുറത്തുവിട്ടു. ഈ 14 പേരുടെയും ചിത്രങ്ങൾ എല്ലാം തന്നെ പലരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവരിൽ 4 പേർ ഒളിച്ചിരിക്കുന്ന വനമേഖലയിലേക്ക് ഇന്ത്യൻ സൈന്യം കടന്നു കയറി. ഇന്ന് പുലർച്ചെ ഉൾപ്പെടെ പല തവണയായിട്ട് ഇവരുമായിട്ട് വെടിവയ്പ് നടത്തി. പക്ഷേ ഇടതൂർന്ന കാടുകളായതുകൊണ്ട് ഇതിലേക്ക് ഇവർ ഒളിച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല അന്ന് ഈ ആക്രമണം നടന്ന സ്ഥലത്തുണ്ടായിരുന്ന ചില കുതിരക്കാർ ഈ ആക്രമണത്തിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തതിൻ്റെ വിവരങ്ങളും പുറത്തു വരുന്നു. അതിൻ്റെ കൃത്യമായ തെളിവുകൾ ഭരണകൂടം അല്ലെങ്കിൽ സൈന്യം പുറത്തുവിടുന്നില്ല. കാരണം അന്വേഷണവും ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കും അത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതിന് പരിമിതിയുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള ആളുകളെയും സംശയത്തിൻ്റെ നിഴൽ നിർത്തുന്നു. ഈ 14 പേരെയും ഉടൻ തന്നെ പിടിയിൽ ആകുമെന്നാണ് കരുതപ്പെടുന്നത്. 3 പേർ നിലവിൽ കസ്റ്റഡിയിലുണ്ട്. ഒപ്പം 4 ഭീകരരുടെയും പിന്നാലെ ഇന്ത്യൻ സൈന്യവുമുണ്ട്.
അറിയിച്ചിട്ടുണ്ട്. ഏത് നിമിഷവും അവരെ പിടികൂടാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ പരമാവധി ജീവനോടെ ഇവരെ പിടികൂടണം, എങ്കിൽ മാത്രമേ ഇതിൻ്റെ പ്ലാനിങ്, അതുപോലെ തന്നെ ഇത് നടപ്പാക്കിയ വിധം, ഇതൊക്കെ തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. എന്തായാലും ഇന്ത്യയിലും പാകിസ്ഥാനിലും അതിർത്തിയിൽ സംഘർഷാവസ്ഥ കൂടുതൽ രൂക്ഷമാകുന്നു. ഇന്ത്യയിൽ സൈനിക മേധാവികളുമായിട്ടുള്ള കൂടിക്കാഴ്ചകളൊക്കെ നടത്തുന്നു. പാകിസ്ഥാൻ ഇന്ത്യ എന്താണ് ആലോചിക്കുന്നത്, എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്നൊക്കെ ചർച്ച ചെയ്യാനായിട്ട് അവരുടെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ യോഗം ഡിഫൻസ് മിനിസ്റ്റർ വിളിച്ചു ചേർത്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ തന്നെ പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അറിയിക്കുന്നുണ്ട്. ഇന്ത്യ ശക്തമായ ഒരു ആക്രമണം നടത്തുമോ എന്നുള്ളത് തന്നെയാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഒരുപക്ഷെ ഒരു മൂന്നാം ലോക യുദ്ധത്തിനുള്ള തുടക്കമായി മാറിയേക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് നീളുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ ചൂണ്ടിക്കാട്ടുന്നത്. വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.